ചക്കര ചുണ്ടിൽ തേച്ച് വച്ചൊരു സൈനബ. എവിടേക്കാ നിങ്ങൾ പോണ്ടത്? ഉത്സവം ഞാൻ തോട്ടത്തേക്ക് പോവാണേ. പിന്നെ തോട്ടത്തേക്കല്ല നിങ്ങൾ ഇങ്ങനെ പോണത്? തോട്ടത്തിൽ ഒരു കല്യാണത്തിന് പോകുമ്പോ അതിന്റെ നേരത്തിന് ഇറങ്ങണ്ടേ? കുഞ്ഞാപ്പോടെ ഓ പോരില്ല ഇറങ്ങണ്ട, അവിടെ വാശി പിടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ പറ്റില്ല, നമുക്ക് ബ്യൂട്ടി പാർലർ പോയിട്ട് വേണം പോവാന്. അതുകൊണ്ട് തന്നെ പോരാത്ത എന്തെങ്ങനെ പോകാൻ പറ്റൂലേ? കൊറേ എനിക്ക് മനസ്സിലാവണ്ട കേട്ടോ. എനിക്ക് മനസ്സിലാവുണ്ട്. ഞാൻ പണി എന്താ നോക്കേ. നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണേ എനിക്കൊന്ന് കാണണം. ആര് പുറത്തേക്ക് പോകണു? ഞാൻ ഒരിക്കും പോകണില്ല. ഞാൻ നിങ്ങൾ കുറ്റപ്പാട് വെട്ടിച്ചിക്കാണ്ട് മൊട്ടാക്കിച്ചാനല്ലേ? അതൊന്നും പറ്റില്ല. കുഞ്ഞാപ്പോ ഇങ്ങോട്ട് വാദത്തിന്റെ അവിടെ നിൽക്കണേ. ണ്ട് ഒരു തൊഴിലല്ലാന്ന് വെച്ചാല് കുഞ്ഞാപ്പോ എന്താ കാട്ട് പടച്ചോനെ കാലിട്ടേ എളുപ്പണ്ടേ നേരല്ല. പാത്തുവാ എന്ത് പരിപാടി കാട്ടുണ്ടേ ഇതിന് കൂടെ വാ. അല്ല എവിടുക്കപ്പച്ച് കയറൊക്കെ ആയിട്ട് ഞാൻ തൂങ്ങിച്ചാകാൻ പോവാണേ. എന്തേച്ചു പോരണോ? ചേട്ടാ വല്ലതും പറയുന്നോ? എന്താ പറയുന്നത്? ഒരു മാഗി ഉണ്ടാക്കിയേക്കാൻ പറഞ്ഞു. മാഗി ഉണ്ടാക്കിയേക്കാനല്ലേ വേറെന്തൊരു പറഞ്ഞോന്ന്? പറഞ്ഞു. കല്യാണത്തിന് വേണം ഞാൻ വരാം. മുടിയിട്ടാലാണ് ഞാൻ വരില്ല. കുട്ടി വാ, നേരല്ലേ വാ. ഇന്നാളെ ഞാൻ ബംഗാളി മരത്ത് കൊണ്ടായിക്കാണ്ട് ഞാൻ കരണ്ട പോലെ അവിടെ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് സംശയമല്ലേ? നിങ്ങൾ മുന്നിൽ മാറിക്കാളി വിടുന്നേ. ഞാൻ സംശയിച്ച എന്താ തെറ്റേ? അപ്പൊ അതല്ലേ സംഭവിച്ചുള്ളത്? കാണാൻ പറ്റുന്ന ഒരു സാധ്യത തന്നെ കണ്ട് അത് ഞാൻ ചോദ്യം ചെയ്തേ. ആരും പറയണ്ടേ, പെരക്കാരിപ്പോ ചോറിനായിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പെരക്കാർക്ക് കംപ്ലൈന്റാ. എവിടേക്കെങ്കിലും പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? ഇജ്ജ് പോയിക്കോ. അതല്ല എന്നോട് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. എന്തിനാന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? എന്താ പറഞ്ഞു കൊടുത്താൽ ഇപ്പച്ചക്ക് മാഗി ഇഷ്ടല്ലേ? മാഗിന്റെ കാര്യമൊന്നുമല്ല, ഓള് വേറെന്തോ അർത്ഥം വെച്ച വർത്താനാണ്. ഞാൻ പറയണൊക്കെ മുടിയിട്ടില്ല. ഇന്ന് അങ്ങനത്തെ സലൂൺക്കല്ല പോണ്ടത്. കോട്ടക്കൽ അടിപൊളി സലൂൺ വന്നു. മോൾട്ടിക്കറി എന്റെ പേര് നല്ല വെട്ടാന്നാ പറഞ്ഞിട്ട്. ഏത് പടം വലിയ സലൂൺക്കാണെങ്കിലും പിന്നെ ഞങ്ങളുടെ സംശയ രോഗിയാണ്. പിന്നെ നിയമങ്ങൾക്ക് ഈ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ. എന്ത് തെമ്മാറ്റം ചെയ്യാല്ലേ നിങ്ങൾക്കൊരു ലൈസൻസ്? തന്ത വൈബാണ്. നിങ്ങൾ തീരെ റൊമാൻറ്റിക് അല്ല. എന്നിട്ട് പെരയിൽ പോയി പറഞ്ഞിട്ടങ്ങനെ വാ, ഞാൻ ഇപ്പൊ നടക്കാം. എന്തൊക്കെ വരുത്തക്കാരുണ്ട്. ഒരു കയറ് തൂക്കി പിടിച്ചാൽ പോയാൽ തൂങ്ങി. കേട്ടു ഉമ്മച്ചത്തിനപ്പച്ചിനെ ഭർത്ത ഇങ്ങനെ ചീത്തറിയണേ. വാ ഞാൻ പറഞ്ഞുതരാം. ഇമ്മച്ചിനോട് പറയാൻ മതി. നാളെ വേലായുധനുസരാണ്. എന്റെ ജീവിതം തന്നെ സലൂൺ കൊണ്ടുപോയി. ഇപ്പച്ചിന്റെ കുട്ടിയാരാ? കുഞ്ഞാപ്പു. കുഞ്ഞാപ്പു അല്ലേ? വാ ചോദിച്ചോക്കാ. മോട്ടിയ സലൂണിന്റെ പേര് പറഞ്ഞു കൊടുത്താ. ആണുങ്ങൾക്കാണെങ്കിൽ എയർ ബോക്സ്. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ചെറു റൊമാൻസ് കുറയും. ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ സ്നേഹിച്ചിട്ടില്ല. അവർക്ക് എന്തിന്റെ കുറവാണ് ഞാൻ വരുത്തിയത്? വല്ലത് വാർത്താന്ന് പറയണ്ട. വണ്ടി പോകും. എന്തായാലും ആ ഡേ ആണ്. അപ്പൊ സൈനക്ക് കുറച്ച് മേക്കപ്പിന്റെ സാധനങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. പെണ്ണുങ്ങൾക്കാണെങ്കിൽ റെഡ് റോസും നടക്കാൻ പറ്റുമോ? പൊട്ടമാണെങ്കിൽ പോരെ സമാധാനം തരൂല. ഒന്ന് പോയി തരുമോ? ആയിക്കോട്ടെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനെ. ഇപ്പൊ പിന്നെ ഉഷാറാണല്ലോ. ഈ ആദ്യന്റെ പെങ്ങന്മാരും നമ്മൾ തെറ്റിച്ച്. അപ്പൊ അതിന് വേണ്ടിട്ട് മാറ്റി ഒരുങ്ങി ഇറങ്ങിയാണ് ഞാൻ. അതിനത്തിനമ്മച്ച ചീത്തറിനേ. ഓക്ക് ഞാൻ ഇങ്ങനെ ഇറങ്ങണ ഇഷ്ടമല്ലല്ലോ. പോയി കളിപ്പച്ച പ്രശ്നം കഴിഞ്ഞില്ല. ചുർക്കൊക്കെ അവിടെ പോയാലേ അതാണ് ലബീബൊക്കെ കണ്ട ഇതാര ദുൽഖർ സൽമാൻ ആണോന്ന് ചോദിച്ചു. കാര്യം പോട്ടം. ഉമ്മാൻ്റെ നകത്തി ചേറ്റേ ഞാൻ കൂടെപ്പുറപ്പായിരിക്കും എൻ്റെ വീട്ടുകാർ കയറ്റിയത്. എനിക്ക് എത്ര വിശ്വാസം അറിയോ? അന്നപ്പോ കാണാൻ തന്നെ കിട്ടണില്ലല്ലോ. പള്ളിക്കൊക്കെ വരവൊക്കെ പറ്റ നിർത്തിയോ? അല്ല ഉസ്താദേ, ഞാൻ വരലുണ്ടേ. ഇജ്ജ് വരലുണ്ട്. അത് ഞാനും കണ്ടുക്കണു. ഇപ്പച്ചിനൂട്ടി പറയണൊന്ന് കേക്കേ. എത്തിന്റെ കൊണ്ടോട്ടി പർപ്പിൾ പോയിട്ടേ. ചെമ്പട്ടി പരിപ്പിട്ട് കളിച്ചിട്ട് ചെമ്പട്ടി പരിപ്പിട്ട ആൾക്കല്ല, കൊണ്ടോട്ടി പർപ്പിൾ എന്ന ഷോപ്പ് ഉണ്ട്. അവിടെ ദുൽഖർ സൽമാൻ ചൂളക്കച്ചതാണ് കണക്കായി കാര്യം. കച്ചവടപ്പച്ചേ നടക്കാൻ ഇജ്ജവർക്ക് അങ്ങോട്ട്. ഇത് ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്ക് അവിടെ അങ്ങോട്ട് പോകുന്നു. ഇന്നോട് നീ കാട്ടിക്കൂട്ട് കാട്ടി പട്ടിയെ. ആണും പെണ്ണും കെട്ടാനായിട്ടാണ് പെണ്ണിന്റെ കൂടെ പോകുന്നത്. ഇപ്പൊ കാട്ടി വലിയ ആണത്തല്ലേ സ്വന്തം ചങ്ങാന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടുണ്ട്. ഇപ്പൊ മിഞ്ഞാന്നേറ്റല്ലേ മോട്ടോർ സൈക്കിളാണ് നിർത്തിക്കാണ്ട് ആ മൂത്രപ്പേരിക്കാണ് കയറിക്കാണ്ട് അപ്പൊ തന്നെ ഇറങ്ങി പോകണ്ടു. നിസ്കരിച്ചാൻ വരില്ലേ? അതാ ഞാൻ ചോദിച്ചത്. അതല്ല ഉസ്താദേ, പോയിട്ടേ മേക്കപ്പിന് കുറച്ച് സാധനങ്ങളെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ടണം. ഇത് നേരത്തെ പറഞ്ഞ ഡേക്ക് കൊടുക്കാനുള്ളതാണ്. അത് പർപ്പിൾ തന്നെ വാങ്ങും വേണം. അങ്ങനെയാണെങ്കിലേ ലബീബാക്കും ഇങ്ങോട്ട് നടക്കേ. ഇവിടെയാണ് ആളുള്ളത്. ആയിക്കോട്ടെ, ഞാൻ പോയി തരാം. ഞാനും എൻ്റെ മക്കളും ഞങ്ങൾക്ക് വിലങ്ങായിട്ടുണ്ടാവില്ല.
പോവാണ്. എനിക്ക് പല നാട്ടുകൂടിയാണ് പണി. അപ്പൊ നാട്ടിൽ എത്തുമ്പോ ഇരുട്ടാവും. അതാണ് നമ്മളെ പള്ളിക്ക് എന്നെ കാണാത്തത്. അല്ല എല്ലാ നാട്ടിലും പള്ളി ഉണ്ട്. വാങ്ങണം. അത് പ്രശ്നല്ല. അന്റെ അമ്മച്ചിന്റെ പറയാ ഞാന്. അന്റെ അപ്പച്ചൊക്കെ അപ്ഡേറ്റ് അല്ലടാ. ഇന്റെ പറ്റി ഇടിവെട്ടനെ. ഇടിവട്ടോ? അല്ല മറ്റേ A few moments later. സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? നിസ്കരിച്ചാലൊക്കെ നിങ്ങൾക്ക് തന്നു. ഉസ്താദേ, ആ ഒരു സംശയം ചോദിച്ചാണ്ടായിരുന്നു. ആ എന്താ എന്റെ സംശയം ചോദിച്ചാ? എടാ ജിന്റെ പച്ചീനുണ്ടോ? എടാ എന്നോട് തന്നെയാണേ. മനസ്സിലാവാത്ത മനുഷ്യനെ വെടിക്കട്ടില്ലേ? വെടിക്കട്ടോ? വെടിക്കട്ടല്ലേ പച്ചി? ഞാൻ എന്തിനാ പെട്ടല്ലോ തേങ്ങ? അത് പെടാതെക്കാനാണ് എന്നോട് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണ് ഇപ്പൊ ഒരു മകന്റെ ഏറ്റവും വലിയ ധൈര്യം എന്തായാലും എന്താ? ഒരു വാപ്പ കൂടല്ലതാ. ശരി, കണ്ണീര് പോയാ എന്താ? പണ്ടാലും തിരിച്ചറിയില്ലല്ലോ. സമാധാനായി. നീയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട. പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. അയലേസാ. ഹായ്, ഞാൻ ഒരു സംശയം തീർക്കുന്ന ഉസ്താദായി മാറി. ആ നല്ല സംശയമാണെങ്കിൽ ചോദിച്ചാൽ മതി. ആ ഈ താടി വെക്കണത് അതേടാ ഞാൻ കോയന്റെ മകനാ. ജിന്റെ മകനാന്നുള്ള ജിപ്പ് പറയുള്ളൂ. എല്ലാതെ ഇവിടെ വാത് അറിയണേ. ഇല്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. അറിയോ? എന്നോട് മനുഷ്യൻ പറഞ്ഞ മനസ്സിലാവും. മനസ്സാ പൊട്ട. ഇപ്പൊ മനസ്സിലായോ ആരാന്ന്? ഇന്റെ പറ്റി കുറച്ചേ ഞാൻ സ്വപ്നം കണ്ടതിനു. കണ്ണി കണ്ട് പെണ്ണുങ്ങൾ സ്വപ്നം കണ്ട് കെടുക്കാനില്ലേ? ഉച്ചക്കത്തെ സ്വപ്നം ഫലിച്ചാ മതിയായിരുന്നു. സ്വപ്നത്തിനോട് കാണാത്ത കാര്യം ഞാൻ കാണിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് വരും. സുന്നത്തല്ലേ? അതിലെന്താ അംശം? പിന്നെ തന്നെയാണ്. ഞങ്ങൾക്ക് താടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നല്ല കൂലി. ഉസ്താദ് എന്താ താടിയൊക്കെ? ഞാൻ പറഞ്ഞ കടിയിൽ പോയിക്കണ്ടേ സൈനക്കുള്ളതും അന്റെ അമീബല്ലേ അതിനുള്ളതും അമീബ ഓളല്ല ഓളമ്മേണല്ലേ ബീബ. ആയിക്കോട്ടെ. ഓൾക്ക് രണ്ടാക്കും കൂടി മറ്റാ ഞാനോ? എല്ലാവരും സെറ്റായി. ഇപ്പൊ ആളോള് മാറിയിക്കണേ. പെണ്ണുങ്ങളൊപ്പം നിങ്ങൾ ഫോട്ടോ അടുത്തല്ലേ പാത്തോ? അതല്ല, ഏതല്ല അത് ജെമിനിയാണ്. ഏത് രജനി കോളി ഞാൻ പൊന്നാരന്റെ ആയസ്. ഞാൻ താടി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ രോമ വരും. എന്നിട്ട് ഈ ഉള്ളാട്ട് പോയി വെച്ച ആളുകളെ വേലേതന്റെ ദീക്കടി പോയിക്കണ്ട ഡേക്ക് Balance day. അത് കൊടുക്കാളെ ദീക്കോ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ടേ ആയിക്കോട്ടെ. കേട്ടോ. Okay. ഡ്രസ്സ് മാറ്റിക്കോ. കുൽസു അന്റെ അഞ്ചത്തിന്റെ പേരേക്ക് നമുക്ക് പോവാം. നോക്കിയിട്ട് കാര്യമില്ല. അത് ആപ്പാണ്. ആപ്പിളത് കോപ്പാണ്. വെറുതെ നിങ്ങൾ മദ്രാസ് കണ്ടിക്കച്ചവടാണ് ഇവിടുന്ന് പോണേ. എനിക്ക് അപ്പഴേ തോന്നി നിങ്ങൾ രണ്ടാം കെട്ട് ഇട്ടിക്കണേ. മാതിരി ഒരു നീളം താടിയെ കയറുന്നിട്ട് അതിനെ പിടിച്ച് കളിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? അത് ചോദിച്ചാൽ മതി. ഇതിന്റെ കാര്യത്തിൽ ഇവർക്കൊക്കെ വേജാറും. എനിക്ക് ഇന്നലെ വേറെ കുട്ടി കൂടി പറഞ്ഞോളൂ പച്ചേ. സുഹൈറ ഓൾക്കും കൂടി ഗിഫ്റ്റ് വാങ്ങിയാലോ? ഓക്കെ, നമുക്ക് അടുത്ത കുറി വാങ്ങാം. ഇക്കുറി ഇങ്ങനെ പോട്ടെ. ഞാൻ പിടികുത്ത കഴിഞ്ഞ് രണ്ടാം കെട്ട് ഈ പോത്തുകൾ പോവാണെങ്കിൽ മൂക്കി ഞാൻ മൂക്കാരുണ്ടോ? അതിങ്ങാട് നല്ല ചിന്ന കുച്ചത്തിലെ കുഴിച്ചിട്ടാളെ. ഡ്രസ് മാറ്റണില്ലേ? മാറ്റാണേ. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും കുറച്ച്. ഉസ്താദേ, ഒരു സംശയം, ഒറ്റ സംശയം കൂടി ഉണ്ട്. ആരിസേ